ബിന്ദു അമ്പിണിയും കനകദുർഗയും ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് ശബരിമല കയറിയെന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് പ്രേമേന്ദ്രൻ സംഖ്യയാണ്. അങ്ങനല്ലേ? അതല്ലേ സി പി എസ് സഖാക്കൾ പറയുന്നത്? എന്താ ഇങ്ങനെയൊക്കെ ആകുന്നത്? ബിന്ദു അമ്മിണിയും കനകദുർഗയും രഹന ഫാത്തിമയും മല കയറ്റാൻ കൊണ്ടുപോയി നിങ്ങൾ തന്നെയല്ലേ? സർക്കാർ സ്പോൺസർഡ് ആയിരുന്നില്ലേ? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വനിതാ മതിരി കെട്ടി അതേ ദിവസം രാത്രിയിലല്ലേ കനകദുർഗയും അമ്മിണിയും മല കയറുന്നത്? അപ്പോൾ അത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നില്ലേ? അത് നിങ്ങൾ മുമ്പേ കൂട്ടി അവരെ രണ്ടുപേരെയും കൊണ്ടിരുത്തിയിരുന്നതല്ലേ? രാത്രിയിൽ അവർക്ക് മല കയറണമെങ്കിൽ അവർ കനകദുർഗയ്ക്കും അമ്മിണിക്കും ഒക്കെ എന്ത് വിശ്വാസ സാക്കളെ? അയ്യപ്പൻ എന്താ, അയ്യപ്പ ഭക്തി എന്താ? അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവർക്കൊരു വാർത്തയാകണം, വാർത്ത സൃഷ്ടിക്കണം, പേരും പെരുമയും വേണം, അത്രയെല്ലാം ഉള്ളൂ. അതിന് പിണറായി കൂട്ടിയിരുന്നു, പിണറായിയുടെ പോലീസ് കൂട്ടിയിരുന്നു, സഖാക്കൾ കൂട്ടിയിരുന്നു, അത്രമാത്രം. അവർക്ക് രാത്രിയിൽ ബീഫും പൊറോട്ടയും വേണം. മല കയറേണ്ടതല്ലേ? ചവിട്ടി കയറണമെങ്കിൽ എനർജി വേണം. ബീഫും പൊറോട്ടയും ചോദിച്ചു. അവര് പോലീസുകാരൻ നിവർത്തിയില്ലാത്തുള്ളത് കൊടുത്തു. പക്ഷെ ഈ കൊടുക്കുന്ന പോലീസുകാർക്ക് ഭക്തിയുണ്ട്, അവർ അയ്യപ്പ ഭക്തരാണ്, അവർക്ക് ആചാരമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ പുറത്തു പറഞ്ഞു. ഇത് ഒരു മാസം മുമ്പ് സഖാവ് ഷിബു ഗവിയും പത്രസമ്മേളനം നടത്തി പറഞ്ഞതാ. കോൺഗ്രസിന്റെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. പക്ഷേ ഇത് അന്നൊന്നും നിങ്ങൾക്ക് വിവാദമില്ല. കാരണം അന്ന് നിങ്ങൾ ചെമ്പ് പാളിയിലും സ്വർണ്ണപ്പാളിയിലും പെട്ട് നിൽക്കുന്നില്ല. അന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രതിരോധിക്കേണ്ടി വന്നില്ല. ഇപ്പം പ്രേമേന്ദ്രൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെമ്പ് സ്വർണ്ണം പാളിയിൽ പെട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. അതിന് അദ്ദേഹത്തെ സംഖ്യയാക്കണം. എന്താ നിങ്ങൾ കരുതിയേക്കുന്നത്? ഈ ബീഫ് എന്ന് പറയുന്നതുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങ് ചാടി വീഴുന്നു. ബീഫ് എന്താ മുസ്ലിങ്ങളുടെ ദേശീയ ഭക്ഷണമല്ലോ ആണോ? ഇസ്ലാം കാര്യം പോലെ, ഈമാൻ കാര്യം പോലെ, ഹജ്ജ് പോലെ, ഉംറ പോലെ, 30 ദിവസത്തെ നോമ്പ് പോലെ, 5 നേരത്തെ നിസ്കാരം പോലെ ഏറ്റവും ഫർദായ കാര്യമല്ലോ ആണോ ബീഫ് കഴിക്കുക എന്നുള്ളത്? ഒന്നുമല്ലെന്നേ. ഇപ്പൊ ഈ ബീഫൊന്നും ആരും കഴിക്കുന്നില്ല സാഹക്കളെ. ഞാനൊക്കെ മാസത്തിലേക്കോ ഒരിക്കൽ കഴിക്കും. കാര്യം കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ബീഫും പൊതുവിൽ കഴിപ്പ് കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനത് തമാശയ്ക്ക് പറയുന്നതല്ല, നിങ്ങൾക്ക് അറിയാം. ബീഫൊക്കെ ഇപ്പം കഴിപ്പ് പൊതുവിൽ മുസ്ലിങ്ങൾ തന്നെ കുറച്ച്. ഇത് മുസ്ലിങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു ആഹാരവുമല്ല ഇത്. പിന്നെ എന്താ ഈ പ്രശ്നം? എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താ? പ്രേമേന്ദ്രൻ പറഞ്ഞ എന്റെ കണ്ടന്റ് എന്താ? ഇത് അയ്യപ്പന്റെ സന്നിധിയിലേക്ക്, അയ്യപ്പ ഭക്തിയിലേക്ക് ശബരിമല ചവിട്ടുക എന്ന് പറഞ്ഞാൽ മുമ്പെല്ലാം വ്രതം നിന്ന്, മാലയിട്ട് വ്രതം നിന്ന്, മാംസാഹാരം ഉപേക്ഷിച്ച് വളരെ ഭക്തിയോടുകൂടി പോകുന്ന ഒരു പവിത്രമായ ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അത് ഇപ്പോഴും അങ്ങനെ മഹാഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. കുറച്ചു പേർക്കൊക്കെ സമയക്കുറവുകൊണ്ട് വ്രതമൊക്കെ അല്ലെങ്കിൽ വ്രതം നിൽക്കുന്നതൊക്കെ കുറച്ചുകൊണ്ട് പോകുന്നുള്ളൂ എന്ന് ശരി. പക്ഷെ അവർ മാംസാഹാരം അടക്കമുള്ള അവിടെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചാണ് അവർ പോകുന്നത്. ഇവിടെ കനകദുർഗയും അമ്മിണിയും മാംസാഹാരം കഴിച്ചുകൊണ്ട് പോയി എന്നാണ് പ്രേമേന്ദ്രൻ പറഞ്ഞു. അതല്ലേ കണ്ടന്റ്? ആ കണ്ടന്റിലേക്ക് വാ, കം ടു ദി പോയിന്റ്. നിങ്ങൾ ബീഫിന്റെ പുറത്ത് പോകാതെ, ബീഫ് ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ ഒരു ദേശീയ ഭക്ഷണം അല്ല. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ 10 മുസ്ലിങ്ങൾ കൂടുന്നിടത്തെല്ലാം ചെന്ന് നിങ്ങൾ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തി. പലസ്തീനോടുള്ള ഇഷ്ടം കൊണ്ടാണോ നിങ്ങളത് ചെയ്ത്? അല്ല. എല്ലാവർക്കും അറിയാവുന്നേ 4 വോട്ട് കിട്ടട്ടെ എന്നുള്ളത് കൊണ്ടാണ്. പൗരത്വ വിഷയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാ മുസ്ലിങ്ങളുള്ള കോർണറിലാണ് നടത്തിയത്. എന്തിനു വേണ്ടിയാ? പൗരത്വം കേരളത്തിൽ അത്ര വലുതായിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നില്ലായിരുന്നു. എഫക്ട് ചെയ്യുന്നത് ബീഹാർ, പശ്ചിമ ബംഗാൾ, കാശ്മീർ പോലുള്ള സ്റ്റേറ്റുകളിലാണ്. ആ സ്റ്റേറ്റുകളിലൊന്നും നിങ്ങൾക്ക് ഒരു പ്രകടനം നടത്താൻ പോലും 4 ആളില്ല. എന്നിട്ട് നിങ്ങൾ കേരളത്തിൽ ഇത് നടത്തിക്കൊണ്ടിരുന്നത് എന്തിനാണെന്നറിയോ? 4 വോട്ട് കിട്ടാൻ വേണ്ടിയാ. അപ്പൊ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 19 സീറ്റ് UDF ജയിച്ചു കഴിഞ്ഞപ്പോൾ വിജയരാഘവൻ പിറ്റേ ദിവസം പറഞ്ഞത് രാഹുൽ ഗാന്ധി അവിടെ വയനാട് ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. അപ്പൊ പിറ്റേ ദിവസം മുസ്ലിം തീവ്രവാദികളായി. തലേ ദിവസം വരെ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന് കൂടെ നിർത്തിയ ആ വിഭാഗത്തെ ഒറ്റ ദിവസം കൊണ്ട് തീവ്രവാദികൾ. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളു, 4 വോട്ട്, 10 വോട്ട്, അധികം അത്രേ ഉള്ളെന്നേ. ഇപ്പൊ അയ്യപ്പ സംഘം അന്ന് ആചാരങ്ങളെ മൊത്തം ലംഘിച്ച് സ്ത്രീകളെയും കയറ്റി ശബരിമല അശുദ്ധമാക്കി ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച് എല്ലാം ചെയ്തു. അന്ന് അത് നിങ്ങൾക്ക് നവോത്ഥാന നായകനെ സൃഷ്ടിക്കാൻ വേണ്ടി നവോത്ഥാന നായകന്റെ തുണി തന്നെ ഉരിഞ്ഞു പോയി. അപ്പം പിന്നെ വീടാന്തരം കയറി ഇറങ്ങി മാപ്പിരുന്നു. അതിനുശേഷം ഇപ്പം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അയ്യപ്പന്റെ മുമ്പിൽ ചെന്ന് വണങ്ങി നിൽക്കുക ആര്? പിണറായി വിജയൻ. നവോത്ഥാന നായകനായ പോയ മനുഷ്യനാ. അദ്ദേഹം ഭക്തനാണെന്ന് പറയുമ്പോൾ ഞാൻ ഭക്തനല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തിരുത്തി പറയാൻ പോലുള്ള ശേഷി ഇന്ന് പിണറായിക്ക് ഇല്ലെന്നേ. മത്തായി ചാക്കോ അന്ത്യശുശ്രൂഷ ചെയ്തു എന്ന്, അന്ത്യകുദാശ ചെയ്തു എന്നൊരു ബിഷപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ ഇന്ന് തന്നെക്കുറിച്ച് താൻ ഭക്തനാണ്, പിണറായി ഭക്തനാണെന്ന് പറയുമ്പോൾ അല്ല, ഞാൻ ഭക്തനല്ല കേട്ടോ, ഞാനൊരു എല്ലാ വിശ്വാസത്തെയും മാനിക്കുന്ന ആളാണ്, പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തിരുത്തി പറയാൻ പോലും കഴിയാത്ത തരത്തിൽ ദുർബലനായി പോയി നിങ്ങളുടെ നവോത്ഥാന നായകൻ. അങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഇത് ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കരുത്. മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യാം എന്ന് കരുതരുത്. പ്രേമേന്ദ്രനെ കുറിച്ച് നല്ല ബോധ്യം കൊല്ലത്തെ ജനത
ജനതയ്ക്കുണ്ട്. 1.5 ലക്ഷത്തിനാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയെ തോപ്പിച്ച് നിങ്ങളുടെ സെലിബ്രിറ്റിയെ തോപ്പിച്ച് 1.5 ലക്ഷത്തിനാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറിയെ തോപ്പിച്ച് 40,000-നാണ്. ഇനി നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് അദ്ദേഹത്തിന് പുറത്തു പോകുക. അദ്ദേഹത്തിന് നേരിടാനുള്ള ആയുധങ്ങൾ, ആയുധങ്ങൾക്ക് പോരാ, മൂർച്ച പോരാ. CPM-കാരാ, നിങ്ങൾ ബൗദ്ധികപരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദയവ് ചെയ്ത് കുറച്ചും കൂടെ ധിഷണയുള്ള ബൗദ്ധിക ശേഷിയുള്ള കുറച്ച് പേരെ നിങ്ങളുടെ PR ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്. സന്തോഷം.